ഹലോ, കുഞ്ഞുങ്ങളുടെ ദന്ത സംരക്ഷണം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പല്ല് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് അതിന് പല്ലില്ലല്ലോ. പല പാരൻസും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബ്രഷാണ് അവർക്ക് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നല്ല കോട്ടൺ തുണി മുക്കിയിട്ട് കുഞ്ഞിന്റെ മോണകൾ നമ്മൾ ഒപ്പിക്കൊടുക്കണം. അതായത് കുഞ്ഞിന്റെ മോണകൾ നമ്മൾ വൃത്തിയാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 3 മാസത്തിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഓറൽ സിലിക്കൺ ടൂത്ത് ബ്രഷ്. ഇതിനകത്ത് 2 മോഡൽസ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റിക്കിന്റെ മോഡൽ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പൊ കുഞ്ഞ് ഇത് കടിക്കുകയും അങ്ങനെ അവരുടെ മോണകൾ വൃത്തിയാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോഡക്റ്റ് അത് ബ്രഷിന്റെ മോഡൽ, ബ്രഷിന്റെ അതേ മോഡൽ തന്നെ വരുന്നതാണ്. ഇതും കംപ്ലീറ്റ് ആയിട്ട് സിലിക്കൺ ആണ്. അതുകൊണ്ട് തന്നെ സേഫ് ആണ്, അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഈ 2 പ്രോഡക്ട്സ് ആണ് ഒരു 3 മാസത്തിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 6 മാസം എത്തുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് യു ഷേപ്ഡ് ആയിട്ടുള്ള സിലിക്കൺ ടൂത്ത് ബ്രഷ്. ഇതിന്റെയും ഈ യു ഷേപ്പ് വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് സിലിക്കൺ ആണ്. അപ്പൊ ഇത് നമ്മൾ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ കുഞ്ഞിത് കടിക്കുകയും അങ്ങനെ കുഞ്ഞിന്റെ മോണകൾ വൃത്തിയാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനകത്തുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ആണ് കുഞ്ഞൊരു ചെറിയൊരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിരിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മോഡലിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡ് ബ്രഷ് ആണ്. ബ്രഷ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കൂടും. ഇതും ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിംഗർ ബ്രഷ് ആണ്. ഫിംഗർ ബ്രഷും കംപ്ലീറ്റ് ആയിട്ട് സിലിക്കൺ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് പാരന്റ്സിന് ിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പല്ലേപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഒരു 1 വയസ്സ് 1.5 വയസ്സാകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നോർമൽ ബ്രഷ് യൂസ് ചെയ്ത് തുടങ്ങാം. ആ നോർമൽ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രിസ്റ്റൽസ് സോഫ്റ്റ് ആണെന്നും അതുപോലെ ബ്രഷ് എപ്പോഴും ക്വാളിറ്റി ഉള്ളതാണെന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ടോട്ടസിൽ അവൈലബിൾ ആണ്. ഇത് കാണുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ടോട്ടസിലേക്ക് വരിക. ഇനി ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക.